നമസ്കാരം. സ്പീക്കർ എൻ ഷംസീറിന് വേണ്ടി സർക്കാർ വക ജിം ഒരുങ്ങുന്നു. നിയമസഭാ വളപ്പിലെ സ്പീക്കറുടെ ഔദ്യോഗിക വസതിയിലാണ് ഈ ആകർഷകമായ ജിമ്മും ഫിറ്റ്നസ് സെന്ററും ഒരുങ്ങുന്നത്. ഇതിനാവശ്യമായ ഫിറ്റ്നസ് ഉപകരണങ്ങൾ വാങ്ങാൻ നിയമസഭാ സെക്രട്ടേറിയറ്റ് ഈ മാസം 16-ന് ടെൻഡർ ക്ഷണിച്ചു എന്നാണ് വിവരങ്ങൾ. ഫെബ്രുവരി 21-ന് വൈകുന്നേരം 3 മണിക്ക് മുമ്പായി ടെൻഡർ സമർപ്പിക്കണം. ഏറ്റവും മികച്ച ഉപകരണങ്ങൾ വേണമെന്നാണ് ഷംസീർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. AC, ട്രെഡ്മിൽ, ലെഗ് കർൾ ആൻഡ് ലെഗ് എക്സ്റ്റൻഷൻ, കൊമേഴ്ഷ്യൽ ക്രോസ് ട്രെയിനർ എന്നീ ഉപകരണങ്ങളാണ് ആദ്യഘട്ടത്തിൽ വാങ്ങാൻ പോകുന്നത്. ഇതിന്റെ എല്ലാം സ്പെസിഫിക്കേഷൻ ടെൻഡർ വിശദാംശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മികച്ച ജിം ട്രെയിനർ തന്നെ ഷംസീറിനെ സഹായിക്കാൻ ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന സൂചന. സ്പീക്കറുടെ ഔദ്യോഗിക വസതിയായ നീതിയിൽ കഠിനമായി അധ്വാനിക്കാൻ തന്നെയാണ് ഷംസീറിന്റെ ഉദ്ദേശം. ഇനി എന്തിനാണ് സർക്കാർ വക ഇങ്ങനെ സ്പീക്കർക്ക് വേണ്ടി ഒരു ജിം ഒരുക്കാൻ സർക്കാർ പണം നൽകിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് ഉത്തരമൊന്നും സർക്കാരിന്റെ കയ്യിൽ ഉണ്ടാകില്ല എന്നതാണ് വാസ്തവം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നിയമസഭാ സമ്മേളനം നടക്കുന്നതും അതിനിടെ സ്പീക്കർ സംസാരിച്ചത് ഒരു വിഭാഗത്തിന്റെ ഭാഗം നിന്നുകൊണ്ട് മാത്രമായിരുന്നു എന്നുള്ള ചർച്ചകളെല്ലാം ഉയർന്നത്. ആ തോന്നൽ യാഥാർത്ഥ്യമായതിനാൽ അതിന്റെ പ്രത്യുപകാരമായിട്ടാണോ ഇപ്പോൾ സ്പീക്കർക്ക് സർക്കാർ വക ഇങ്ങനെയൊരു സംഭാവന എന്നൊരു സംശയവും ഉയരുകയാണ്. എന്തായാലും സാമ്പത്തിക പ്രതിസന്ധിയൊന്നും സർക്കാരിന്റെ ഇഷ്ടക്കാരുടെ ഇഷ്ടങ്ങൾക്ക് മുമ്പിൽ അത്ര വലിയൊരു പ്രശ്നമല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് സംസ്ഥാന സർക്കാർ. കേരള നിയമസഭയുടെ സ്പീക്കർ ശരീരം പുഷ്ടിപ്പെടുത്താൻ ഒരുങ്ങുന്നതിന്റെ ഭാഗമായി ജിം നിർമ്മിക്കുന്നു, അതും സർക്കാർ ചെലവിൽ. ആ സ്വപ്നത്തിന് പിന്നിലാണ് സർക്കാർ ഇപ്പോഴുള്ളത്. സ്പീക്കർക്ക് മാത്രമല്ല വഴിയെ മറ്റു മന്ത്രിമാർക്കും ഇത്തരം സൗകര്യങ്ങളെല്ലാം നൽകിയേക്കും എന്ന സൂചനയുമുണ്ട്. അതായത് ഫിറ്റ്നസ് മെച്ചപ്പെടുത്താൻ ഔദ്യോഗിക വസതിയിൽ ജിം ഒരുക്കുന്ന ഷംസീറിനെ മാതൃകയാക്കി ഒരു ജിം ചാലഞ്ചിന് തന്നെ ഒരുങ്ങുകയാണ് മന്ത്രിമാരെന്ന് പറയേണ്ടി വരും. തങ്ങളുടെ ഔദ്യോഗിക വസതിയിലും ജിം സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പല മന്ത്രിമാരും രംഗത്തേക്ക് വരുന്നുണ്ട് എന്നതാണ് വിവരം. എന്തായാലും മുഖ്യന് ക്ലിഫ് ഹൗസിൽ നീന്തൽക്കുളം ഉള്ളതിനാൽ മുഖ്യമന്ത്രി ഔദ്യോഗിക വസതിയിൽ ഒരു ജിം സ്ഥാപിക്കണമെന്നാവശ്യപ്പെടില്ല എന്ന് വേണം കരുതാൻ. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ഷംസീറിന് ഫിറ്റ്നസിനു വേണ്ടി ലക്ഷങ്ങൾ കണ്ടെത്തും എന്ന ആശങ്കയിലാണ് ധനമന്ത്രിയെങ്കിലും അത് കണ്ടെത്തിയിരിക്കും എന്നതാണ് ഇതുവരെയുള്ള ചരിത്രം വ്യക്തമാക്കുന്നത്.